റമീസ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റമീസ് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അവിടെ ഏറ്റവും സാധ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് അവിടെയുള്ള മനുഷ്യരെ ഏറ്റവും സ്നേഹത്തോടെ പരിചരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. വലിയൊരു ദുരന്തത്തിൻ്റെ മുഖത്ത് നിന്നാണ് അവർ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വന്നത്. പക്ഷേ ഒരുപാട് ആളുകളുടെ കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർക്ക് ആ ദുഃഖത്തിൽ നിന്ന് ചെറിയൊരു ആശ്വാസം കിട്ടുന്നുണ്ട് എന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ വലിയ ദുരിതത്തിനിടയിലും അവരുടെ മുഖത്ത് ഒരു ചെറുപുഞ്ചിരി വിടരുന്നുണ്ടെങ്കിൽ അതിനപ്പുറം നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല എന്നതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പുകൾ വലിയ ആശ്വാസമാകുന്നുണ്ട് ആ മനുഷ്യർക്ക്, അത് സഹായകരമാകുന്നുണ്ട് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് എന്ന് മനസ്സിലാക്കുന്നു. റമീസ്, ഇപ്പോൾ ക്യാമ്പിലാണ് നിൽക്കുന്നത്. അവിടെ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ഏറ്റവും സ്നേഹത്തോടെ സഹാനുഭൂതിയോടെ ആ മനുഷ്യരെ ചേർത്ത് നിർത്തി കൊണ്ടുപോകുന്ന ഒരു വലിയ സംവിധാനത്തെ നമുക്ക് ഈ ക്യാമ്പുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ സർക്കാർ സംവിധാനങ്ങളുണ്ട്, സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടായ്മയുണ്ട്, എല്ലാവരും ഒത്തുചേർന്ന് നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു വലിയ പ്രത്യേകത. മനു, തീർച്ചയായും അതുതന്നെയാണ് ഈ ക്യാമ്പുകളിലെല്ലാം കാണുന്നത്. കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയകളിലടക്കം വലിയ തർക്കം, ഈ പല രീതിയിലുള്ള വിഭാഗീയതയും വർഗീയതയും വിഷജന്തുക്കളെയൊക്കെ കാണുമെങ്കിലും ഈ ക്യാമ്പുകളിൽ നമ്മൾ കാണുന്നത് മനുഷ്യരെയാണ്, എല്ലാവരെയും ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു കാഴ്ച. കാരണം ഈ ക്യാമ്പിൽ ഒരു ശേഖരിച്ച വസ്തു അത് വാഹനങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തി ഇവിടെ ഒരു ചങ്ങല പോലെ ആ സാധനങ്ങൾ ഓരോന്ന് കൈമാറുമ്പോഴും ഈ കൈമാറുന്ന ഈ ചങ്ങലയിൽ നിരവധി പ്രവർത്തകരുണ്ടാവും, അതുപോലെ വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകർ, വളണ്ടിയേഴ്സ് ചേർന്ന് കാണുന്നത്. മാത്രമല്ല അതൊക്കെയും തന്നെ ഫലവത്താവുന്നുണ്ട്. ഇവിടെ ക്യാമ്പിലെ നിവാസികളിൽ അത് ആശ്വാസം നൽകുന്നുണ്ട്, അവരുടെ മുഖത്ത് ചിരി വിടർത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ആശ്വാസകരമായ ഒരു വാർത്ത. ജില്ലയിൽ ഇന്നേ ദിവസം 41 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ആകെയും പ്രവർത്തിക്കുന്നത്. 41 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 4551 പേരാണുള്ളത്. ഈ വയനാട് ചൂരൽമലയുമായി ബന്ധപ്പെട്ട് 16 ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ഈ ക്യാമ്പുകളിലെ 2481 പേരും ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 81 പേരും ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ ഈ ക്യാമ്പുകളിലേക്ക് കൊണ്ടുവന്ന വസ്തുക്കളാണ്. നേരത്തെ കളക്ടറേറ്റ് കേന്ദ്രീകരിച്ച് വസ്തുക്കൾ ശേഖരിക്കുകയും തുടർന്ന് വിവിധ മാറ്റുകയാണ് ചെയ്യുക. ഇത്തരത്തിൽ നിരവധി സ്നേഹങ്ങൾ ഇവിടത്തേക്ക് എത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ സ്നേഹങ്ങളൊക്കെയും തന്നെ ഇവരിൽ ഒരു ആശ്വാസത്തിൻ്റെ നമുക്ക് മനസ്സിലാകുന്നത്. മനു, ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന വാർത്ത നമ്മൾ അറിയേണ്ടത്, ഈ ദുരന്തമുണ്ടായതിൽ പിന്നെ നമ്മളെല്ലാവരും ചർച്ച ചെയ്തതാണ് കാണാതായവരുടെ കൂട്ടത്തിൽ അതിഥി തൊഴിലാളികളുടെ ഒരു കണക്ക്. കാരണം കേരളത്തിലേക്ക് ഒരുപാട് പേർ അതിഥി തൊഴിലാളികളായി എത്തുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ ഒരു എസ്റ്റേറ്റ് മേഖലയിലൊക്കെയും തന്നെ ഈ ഒരു വലിയ രീതിയിൽ വലിയൊരെണ്ണം ആളുകൾ എത്തുന്നതുകൊണ്ട് തന്നെ എത്ര പേരെന്നൊരു കണക്ക് ഒരു പ്രയാസമുണ്ടായിരുന്നു, അതിലൊരു ആശങ്കയുണ്ടായിരുന്നു. കാരണം മറ്റുള്ളവരുടെ ഇവിടെയുള്ള പ്രദേശവാസികളുടെയൊക്കെ തന്നെ റേഷൻ കാർഡ് ഉപയോഗിച്ചും അതുപോലെ തന്നെ ക്യാമ്പിലുള്ളവരുടെ വിവരങ്ങൾ ശേഖരിച്ചും നമ്മൾ ഈ അധികൃതർ കണക്ക് രേഖപ്പെടുത്തിയെങ്കിൽ ഈ അതിഥി തൊഴിലാളികളുടെ കണക്ക് എങ്ങനെ എന്നതിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ കളക്ടറേറ്റിൽ വന്ന നിർദ്ദേശം അതിഥി തൊഴിലാളികൾ സുരക്ഷിതരാണെന്ന ഒരു ശുഭവാർത്തയാണ് ഇന്നലെ കളക്ടറേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ക്യാമ്പുകളിലായി 406 പേർ സുരക്ഷിതരായി കഴിയുന്നുണ്ട്. 3 പേർ എന്നാൽ ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി 3 പേരെ കാണാതാവുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തു. മറ്റൊരാൾ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. എന്തായാലും അവരൊക്കെയും തന്നെ സുരക്ഷിതരാണെന്നുള്ള ഒരു ശുഭവാർത്ത തന്നെയാണ് ഇപ്പോൾ അധികൃതർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇവർ പ്രധാനമായും അസം, മധ്യപ്രദേശ്, ബീഹാർ, കർണാടക, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ തൊഴിലാളികളൊക്കെയും തന്നെ വന്നത്. ഹാരിസൺ മലയാളം ലിമിറ്റഡ്, റാണിമല എസ്റ്റേറ്റ് തുടങ്ങിയ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് ഇവരൊക്കെയും തന്നെ. 321 പേർ റാണിമല എസ്റ്റേറ്റ് മേഖലയിൽ, 28 തൊഴിലാളികൾ മറ്റു മേഖലകളിലും മറ്റും ജോലി ചെയ്യുന്നവരാണ്. ഇവരൊക്കെയും തന്നെ 406 പേർ നിലവിൽ സുരക്ഷിതരാണെന്നൊരു ശുഭവാർത്ത കളക്ടറേറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. മനു, ശരി, ഓക്കെ റമീസാണ് ഈ വിവരങ്ങൾ നൽകിയത്.